എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. അപ്പോൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടാതെയോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനെങ്കിലും നേടാത്ത വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റുകൾ കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ ലഭിക്കാതെ വരുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ വരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനകം പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് താൽക്കാലിക അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഫീസുകളൊന്നും നൽകേണ്ടതില്ല. അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും അത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിൻ്റ്, ടൈപ്പ് റൈറ്റ് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ ആ ഒരു പ്രസ്തുത സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒറിജിനൽ ഹാജരാക്കാനുള്ള അവസരം നൽകുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും, അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ നിർബന്ധമായിട്ടും അതായത് TCയും അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.